പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആനുകാലിക ചോദ്യങ്ങളാണ് 2024-25 വർഷത്തെ ആനുകാലിക ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഏറ്റവും പുതിയ ചോദ്യങ്ങളാണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്താണ്? കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ അല്ലെങ്കിൽ നീലു ആണ്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമാണ് കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ അല്ലെങ്കിൽ നീലു. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ നീലുവിനെ വരച്ചതാരാണ്? KV ബിജിമോളാണ്. KV ബിജിമോൾ. നെഹ്റു ട്രോഫി ഭാഗ്യചിഹ്നം വരക്കുന്ന ആദ്യത്തെ വനിതയും കൂടിയാണ് KV ബിജിമോൾ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ വിജയിച്ചത് പള്ളത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടൻ. തുടർച്ചയായിട്ട് 5ാം തവണയാണ് കിരീടം നേടിയത്. കാരിച്ചാൽ ചുണ്ടനാണ്. കാരിച്ചാൽ ചുണ്ടൻ. അടുത്തത് മികച്ച കായിക താരത്തിനുള്ള 2024 ലോറൻസ് സ്പോർട്ട് പുരസ്കാരം നേടിയ വനിതാ താരമാണ് ഐറ്റാന. 2024 ലോറൻസ് വേൾഡ് ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയതാണ് ജൂഡ് ബെല്ലിംഗ്ഹാം. ജൂഡ് ബെല്ലിംഗ്ഹാം. 2024 ലോറൻസ് കംബാക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയതാണ് സൈമൺ ബെൽസ്. മികച്ച കായിക താരത്തിനുള്ള 36ാമത് ജിമ്മി ജോർജ് പുരസ്കാരം ലഭിച്ച ട്രിപ്പിൾ ജമ്പ് താരമാണ് അബ്ദുള്ള അബൂബക്കറാണ്. അബ്ദുള്ള അബൂബക്കർ. അണ്ടർ-20 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് ദുബായ്. അണ്ടർ-20 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് ദുബായ്. GV രാജ സ്പോർട്സ് അക്കാഡമി നിലവിൽ വരുന്നത് പൂഞ്ഞാർ, കോട്ടയം. GV രാജ സ്പോർട്സ് അക്കാഡമി നിലവിൽ വരുന്നത് പൂഞ്ഞാർ, കോട്ടയം. 2024 ലോക അണ്ടർ-20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നതാണ് ലിമ, പെറു. 2024 ലോക അണ്ടർ-20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നതാണ് ലിമ, പെറു. ഒക്ലഹോമ ത്രോ സീരീസ് ഡിസ്കസ് ത്രോയിലെ ലോക റെക്കോർഡ് ആരുടെ പേരിലാണ് കുറിക്കപ്പെട്ടത്? അത് മൈക്കോളാസ് അലക്ന. അടുത്തത് 2024 പുറത്തിറങ്ങിയ ഏത് കായിക താരത്തിൻ്റെ ആത്മകഥയാണ് വിറ്റ്നസ് എന്ന് പറയുന്നത്? വിറ്റ്നസ് സാക്ഷി മാലിക്കിൻ്റെതാണ്. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഗുസ്തി താരമാണ് സാക്ഷി മാലിക്. 2024 ടൈം മാഗസിൻ്റെ ലോകത്തിൽ ഏറ്റവും സ്വാധീനമുള്ള 100 വ്യക്തികളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ഗുസ്തി താരം കൂടിയാണ് സാക്ഷി മാലിക്. 2024 ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗുസ്തി താരം ഹമീദ ബാനു. അലിഗഡിലെ ആമസോൺ എന്നറിയപ്പെടുന്ന വനിതാ ഗുസ്തി താരം ഹമീദ ബാനു. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിം ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി തമിഴ്നാട്. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് മഹാരാഷ്ട്ര. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് വേദികളാണ് ലഡാക്കും ഗുൽമാർഗുമാണ്. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നമാണ് ഷീൻ ഇ ഷി എന്ന ഹിമപ്പുലിയാണ്. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നമാണ് ഹിമപ്പുലി, ഷീൻ ഇ ഷി. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2027 വേദിയാണ് ബീജിംഗ്. ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ്റെ അംഗമായി നിയമിക്കപ്പെട്ട മലയാളി ഒളിമ്പ്യനാണ് ഷൈനി വിൽസൺ. കായിക ഓസ്കാർ എന്നറിയപ്പെടുന്നതാണ് ലോറൻസ് സ്പോർട്സ് പുരസ്കാരം. മികച്ച കായിക താരത്തിനുള്ള 2024 ലോറൻസ് സ്പോർട്സ് പുരസ്കാരം നേടിയതാണ് നൊവാക് ജോക്കോവിച്ച് 5 തവണയാണ്. അർണോൾഡ് ക്ലാസിക് പ്രോ വീൽചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാജേഷ് ജോൺ. ഒന്നും കൂടെ പറയാം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2027 വേദിയാണ് ബീജിംഗ്. ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിക്കപ്പെട്ട മലയാളി ഒളിമ്പ്യനാണ് ഷൈനി വിൽസൺ. കായിക ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ലോറസ് സ്പോർട്സ് പുരസ്കാരം. മികച്ച കായിക താരത്തിനുള്ള 2024 ലോറസ് സ്പോർട്സ് പുരസ്കാരം നേടിയതാണ് നൊവാക് ജോക്കോവിച്ച് 5 തവണയാണ്. അർണോൾഡ് ക്ലാസിക് പ്രോ വീൽചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാജേഷ് ജോൺ. കേരള
സ്കൂൾ ഒളിമ്പിക് എന്നറിയപ്പെടുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ 2024 വേദി കൊച്ചിയാണ്. കേരള സ്കൂൾ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ 2024 വേദിയാണ് കൊച്ചി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ജില്ലയാണ് തിരുവനന്തപുരം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക്കിൽ ചാമ്പ്യന്മാരായതാണ് മലപ്പുറം. 2025 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദിയാണ് തിരുവനന്തപുരം. അടുത്തത് ഇന്ത്യയുടെ തുറമുഖ, ഷിപ്പിംഗ്, ജലപാത കേന്ദ്രത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാണ് മനു ഭാകർ. 2026 ഏഷ്യൻ ഗെയിംസിൽ പ്രദർശന മത്സര ഇനമായി ഉൾപ്പെടുത്തിയതാണ് യോഗ. 2024 കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് ശ്രീലങ്ക. 2025 നടക്കുന്ന ദേശീയ ഗെയിംസിൻ്റെ വേദിയാണ് ഡെറാഡൂൺ. 2025 നടക്കുന്ന ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നമാണ് മൗളി. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ പ്രദർശന ഇനങ്ങൾ എന്തൊക്കെയാണ്? കളരിപ്പയറ്റ്, യോഗാസന, റാഫ്റ്റിംഗ്, മല്ലാഖമ്പ്. അപ്പോൾ ഒന്നും കൂടെ പറയാം. ഇന്ത്യയുടെ തുറമുഖ, ഷിപ്പിംഗ്, ജലപാത കേന്ദ്രത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ മനു ഭാകർ. 2026 ഏഷ്യൻ ഗെയിംസിൻ്റെ പ്രദർശന മത്സര ഇനം യോഗ. 2024 കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ശ്രീലങ്ക. 2025 നടക്കുന്ന ദേശീയ ഗെയിംസിൻ്റെ വേദി ഡെറാഡൂൺ. 2025 നടക്കുന്ന ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം മൗളി. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ പ്രദർശന ഇനം കളരിപ്പയറ്റ്, യോഗാസന, റാഫ്റ്റിംഗ്, മല്ലാഖമ്പ്.